السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളതാണല്ലോ പരിശുദ്ധ ഇസ്ലാമിന്റെ അടിത്തറകൾ എന്ന് പറയുന്നത്. ഈ ഷഹാദത്ത് കലിമക്ക് എതിരാകുന്ന ഒരു പ്രവർത്തനമോ ചിന്തയോ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടുള്ളതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെയും അവന്റെ പ്രവാചകന്റെയും കൽപ്പനകളും നിർദ്ദേശങ്ങളും ആദർശങ്ങളുമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഏറ്റവും പ്രിയപ്പെട്ടതാകേണ്ടത്. എപ്പോഴും ആ രീതിയിൽ തന്നെയായിരിക്കണം അവൻ സഞ്ചരിക്കുകയും ചെയ്യേണ്ടത്. അങ്ങനെയാകുമ്പോഴാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്തിന്റെ ആസ്വാദനം അവന് ലഭിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ. മൂന്ന് കാര്യങ്ങൾ ഒരു വിശ്വാസിയിൽ ഒരുമിച്ച് കഴിഞ്ഞാൽ അവന് ഈമാനിന്റെ ഒരു ഹലാവത്ത്, മധുരം അനുഭവിക്കാൻ സാധിക്കുമെന്നാണ്. നമുക്കറിയാം, മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം മധുരം വളരെ പ്രിയപ്പെട്ട ഒരു സംഗതിയാണ്. പക്ഷെ നല്ല മധുരമുള്ളതാണെങ്കിലും ഒരു രോഗിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അത് ആസ്വദിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഇങ്ങനെ തന്നെയാണ് ഈമാനിന്റെ കാര്യവും. ഈമാൻ മാധുര്യമുള്ളതാണെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന്റെ, നമ്മുടെ മനസ്സിലുള്ള പുടുക്കുത്ത് കാരണം ആ ഈമാനിന്റെ രുചി ചിലപ്പോൾ നമുക്ക് വേണ്ടത്ര ആസ്വദിക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല.
ഏതൊക്കെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച 3 കാര്യങ്ങൾ? ഒന്ന്, യകൂന അല്ലാഹു വ റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമ. അല്ലാഹുവും അവന്റെ പ്രവാചകനും അവനാണ് ഭൂമിയിൽ അല്ലെങ്കിൽ ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ടവർ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അവന്റെ കച്ചവടമാണെങ്കിലും സമ്പത്താണെങ്കിലും അതുപോലെ തന്നെ ഭാര്യമാരാണെങ്കിലും ഇണകളാണെങ്കിലും കുട്ടികളാണെങ്കിലും വീടാണെങ്കിലും വാഹനമാണെങ്കിലും എല്ലാം അള്ളാഹുവും അവന്റെ പ്രവാചകനും കഴിഞ്ഞതിന് ശേഷമേ ഉള്ളൂ. അങ്ങനെ ഒരു മനുഷ്യന്റെ ഈമാനികമായ തലം ഉയർന്നു കഴിഞ്ഞാൽ അവന് ഈമാനിന്റെ ഒരു മാധുര്യത്തോടുകൂടി ജീവിക്കാൻ ഭൂമിയിൽ സാധിക്കും. ഈമാൻ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കും. രണ്ടാമത് പ്രവാചകൻ പറഞ്ഞു, ഭൂമിയിൽ അയാൾ ഒരു മനുഷ്യരെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ആരായിരുന്നാലും ശരി, അത് ഏറ്റവും അടുത്ത കുടുംബങ്ങളാണെങ്കിലും ഇനി സുഹൃത്തുക്കളാണെങ്കിലും അകന്ത ബന്ധുക്കളാണെങ്കിലും ആരാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയാണ് അയാളെ ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ഒരാൾ അള്ളാഹുവിന് വേണ്ടി മറ്റൊരാൾ ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ അലാമത്ത് പണ്ഡിതന്മാർ പറഞ്ഞ എന്താണ്? അത് ലാ യസീദു, അത് വർദ്ധിക്കുകയില്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതാഅ് കൊണ്ട്. അഥവാ അയാൾ എന്തെങ്കിലും ഉപകാരം ചെയ്താൽ വലിയ സ്നേഹമാണ്. അയാളിൽ നിന്നുള്ള ഉപകാരം നിലച്ചു പോയാൽ അവിടെ സ്നേഹം മുറിഞ്ഞു പോകും. അത് അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹത്തിന്റെ അടയാളമല്ല. അയാളിൽ നിന്ന് ഉപകാരം കിട്ടിയാലും ഇല്ലെങ്കിലും അയാൾ അള്ളാഹുവിന് വേണ്ടിയാണ് അയാളെ സ്നേഹിക്കുന്നത്. അങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാൻ സാധിക്കുമെന്ന്. മൂന്നാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ കുഫറിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകി ആ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം വീണ്ടും അയാൾ ആ കുഫറിലേക്ക് അല്ലെങ്കിൽ ബിദ്അത്തിലേക്ക് ഖുറാഫാത്തിലേക്ക് മടങ്ങുക എന്നുള്ളത് കമാ യക്റഹു യുഖദഫ ഫിന്നാർ, അയാളെ പിടിച്ച് തീയിലേക്ക് ഇടുന്നതിനേക്കാളും അയാൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ പ്രയാസം അയാൾക്ക് തോന്നുന്ന ഒരവസ്ഥയുണ്ടാകും. അഥവാ തൗഹീദിൽ നിന്ന് തെറ്റിപ്പോയി ശിർക്കിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ നല്ല നിലക്ക് ജീവിക്കുന്ന ഒരു മനുഷ്യനെ പിടിച്ച് നരകത്തിലേക്ക് അല്ലെങ്കിൽ തീയിലേക്ക് വലിച്ചെറിയുന്നതിനേക്കാളും അയാളെ സംബന്ധിച്ചിടത്തോളം വെറുപ്പുണ്ടായിത്തീരണം. അപ്പോഴാണ് ഈമാൻ ഉണ്ടാവുക. ഇത് സഹോദരന്മാരെ നമ്മുടെ ഓരോരുത്തരും ജീവിതവുമായിക്കൊണ്ട് നമ്മൾ തട്ടിച്ചു നോക്കേണ്ട കാര്യമാണ്. വിശ്വാസിയായിക്കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ വിശ്വാസം ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുന്നത് ഈ പറയുന്ന സ്വഭാവം ഉണ്ടാകുമ്പോഴാണ്. ഈ ഒരു തലത്തിലേക്ക് ഒരു വിശ്വാസി ഉയർന്നു കഴിയുമ്പോഴാണ് അള്ളാഹുവിനെ സംബന്ധിച്ചും അവന്റെ പ്രവാചകനെ സംബന്ധിച്ചുമൊക്കെ പൂർണ്ണമായ സംതൃപ്തി ഒരു വിശ്വാസിക്ക് ഉണ്ടാവുകയുള്ളൂ. ആ സംതൃപ്തിയിലേക്ക് അവൻ ഉയർന്നു കഴിഞ്ഞാൽ അള്ളാഹ് എന്ത് പറഞ്ഞാലും സ്വീകരിക്കാൻ റെഡിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞാലും സ്വീകരിക്കാൻ തയ്യാറായിരിക്കും. ഒരു വിസമ്മതവും അവൻ പ്രകടിപ്പിക്കൂല. മഹാനായ ഉഖബത്ത് ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു കല്യാണം കഴിച്ച് തന്റെ കുടുംബവുമായി കൊണ്ട് ജീവിക്കുന്ന സന്ദർഭത്തിൽ ഒരു പെണ്ണ് വന്ന് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് 2 പേർക്കും അഥവാ ഭാര്യയ്ക്കും ഭർത്താവിനും ഞാൻ മുലയൂട്ടിയിട്ടുണ്ട്. അഥവാ ഭാര്യയും ഭർത്താവും മലകൂടി ബന്ധത്തിലെ സഹോദരി സഹോദരന്മാരാണ്. നിങ്ങൾ തമ്മിലുള്ള വിവാഹം ശരിയാവുകയില്ല. അദ്ദേഹം മക്കത്താണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി അദ്ദേഹം മദീനയിലേക്ക് യാത്ര വന്നു. ഈ വിഷയത്തിൽ മസ്അല ചോദിക്കാൻ വേണ്ടി മാത്രമാണ് വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് കേട്ടതിന് ശേഷം പറഞ്ഞു, കൈഫ വഖദ് ഖീൽ, ഇനി എന്താണ് ചെയ്യുക? ആ പെണ്ണ് പറഞ്ഞില്ലേ, അതുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള വിവാഹബന്ധം മുറിക്കണം, ശരിയാവുകയില്ല. അങ്ങനെ ഫഫാറഖഹ, മഹാനെ ഉഖബ റളിയല്ലാഹു അൻഹു അവരെ ഒഴിവാക്കുകയും അവർ 2 പേരും വേറെ വേറെ കല്യാണം കഴിക്കുകയും ചെയ്തു. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞാൽ പിന്നെ അതിന് ഞങ്ങൾ കല്യാണം കഴിച്ചു പോയില്ലേ, നിലക്ക് സ്നേഹത്തോടുകൂടി ജീവിക്കല്ലേ? അല്ല, അള്ളാഹുവിന്റെ ദീനിനെതിരാണ്, അതുകൊണ്ട് അത് പിന്നെ മാറണമെന്ന് പ്രവാചകൻ പറഞ്ഞാൽ അങ്ങനെ തന്നെ സ്വീകരിക്കുന്ന അവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിൽ പോയി വന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസകരമായ ഘട്ടത്തിലാണല്ലോ മിഅ്റാജ് ഉണ്ടാകുന്നത്. താങ്ങും തണലുമായി നിന്നിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹ ആദ്യം മരിച്ചു. 3 ദിവസം കഴിഞ്ഞിട്ട് അബൂ ത്വാലിബ് മരിച്ചു. പ്രവാചകന് 2 ഇടതും വലതും നിന്ന് റസൂലുള്ളാഹിനെ സംരക്ഷിച്ച 2 ആൾക്കാരായിരുന്നു അവർ. അപ്പോഴാണ് ഏറ്റവും കൂടുതൽ ശത്രുക്കളിൽ നിന്ന് പ്രയാസമുണ്ടായത്.
അള്ളാഹ് പ്രയാസത്തിൽ നിന്ന് റസൂലുള്ളാഹിക്ക് ഒരു ആശ്വാസം എന്ന നിലക്കാണ് റസൂലുള്ളാഹിനെ മിഅ്റാജിന് കൊണ്ടുപോയത്. ബൈത്തുൽ മഖ്ദിസിലേക്ക് ആദ്യം കൊണ്ടുപോയി മക്കയിൽ നിന്ന്, അവിടുന്ന് 7 ആകാശത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോയി അള്ളാഹുമായി സംസാരിച്ച് തിരിച്ചു കൊണ്ടുവന്നു. ഈ കാര്യം പിറ്റേ ദിവസം തന്നെ പ്രവാചകൻ അവിടുത്തെ മുശ്രിക്കുകളോട് പറയുകയാണ്. അത് പിന്നെ പറയാം, കുറച്ച് ഇടങ്ങേറുള്ള സമയമാണ് ഇപ്പം, പിന്നെ പറയാന്ന് മാറ്റിവെച്ചില്ല. അള്ളാഹ് പറഞ്ഞു പറയാൻ റസൂൽ പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഇൻ കാന ഖാൽ ഫഖദ് സദഖ. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയായിരിക്കും. ഈ ഒരു നിലപാടാണ്. അഥവാ അള്ളാഹും റസൂലും എന്തു പറഞ്ഞാലും അതിന് എന്ത് നഷ്ടം വന്നാലും അത് സഹിക്കാൻ ഞാൻ തയ്യാറാണ്. ഈ ഒരു നിലവാരത്തിലേക്ക് സഹോദരന്മാരെ നമുക്ക് ഉയരാൻ സാധിക്കണം. പലപ്പോഴും മുസ്ലിമീങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ദീനിന്റെ കാര്യങ്ങൾ സ്വീകരിക്കുമ്പോൾ ദുനിയാവിന്റെ കാര്യങ്ങൾ കൂടി നോക്കിയിട്ട് അതിന്റെ ലാഭനഷ്ടങ്ങൾക്കനുസരിച്ചുകൊണ്ടായിരിക്കും പലപ്പോഴും നമ്മുടെ നിലപാടുകൾ ഉണ്ടാകുക. ഇതൊരിക്കലും ശരിയായതല്ല. നിങ്ങൾ നോക്കൂ, നമുക്കറിയാലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിക്കുമ്പോൾ അവിടെ മക്കയിലുള്ള ആളുകളൊക്കെ ഹജ്ജിന് വന്നിരുന്നു. അവിടെ മുശ്രിക്കുകളായ ആളുകൾ ഹജ്ജ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ വലിയൊരു കച്ചവടത്തിന്റെ സീസൺ ആയിരുന്നു അന്ന്. കാരണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഹജ്ജിനേക്ക് എത്തും. ആ ഹജ്ജിന്റെ സന്ദർഭം നിറഞ്ഞ് ശരിക്ക് മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കച്ചവടത്തിന്റെ സീസൺ ആയിരുന്നു. അങ്ങനെ ഹിജ്റ 9-ാമത്തെ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഹജ്ജിന് പറഞ്ഞയച്ചു. കാരണം ഹിജ്റ 8 മക്കം ഫത്ഹ് ആയല്ലോ. പിന്നെ മുസ്ലിമീങ്ങളുടെ കയ്യിലാണ് മക്കയുടെ അധികാരമുള്ളത്. അങ്ങനെ ഹിജ്റ 9-ാമത്തെ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ ആളുകളെ ഹജ്ജിന് പറഞ്ഞയച്ചു. എന്നിട്ട് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ പ്രത്യേകമായി കൊണ്ട് മക്കയിലേക്ക് നിയോഗിച്ചുകൊണ്ട് അടുത്ത വർഷം മുതൽ ഒരൊറ്റ മുശ്രിക്കും ഇവിടെ ഹജ്ജിന് വരാൻ പാടില്ല, ഹറമിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന നിയമം അവിടെ. കാരണം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹജ്ജ് ചെയ്ത കാലഘട്ടത്തിൽ മുശ്രിക്കുകൾ ഹജ്ജ് ചെയ്തിരുന്നു. വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിലെ ആയത്ത് അവിടെ കേൾപ്പിക്കപ്പെട്ടു. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ മുശ്രികൂന നജസുൻ ഫലാ യഖ്റബുൽ മസ്ജിദൽ ഹറാം ബഅദ ആമിഹിം ഹാദാ. വിശ്വാസികളെ മുശ്രിക്കുകളായ ആളുകൾ നജസുകളാണ്. നജസ് എന്ന് പറഞ്ഞാൽ അവിടെ വിശ്വാസത്തിൽ നജസുണ്ട്. ശിർക്ക് എന്ന് പറഞ്ഞാൽ അത് മ്ലേച്ഛമായ പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ ആ മനസ്സിൽ നജസുള്ള ആളുകളും ശരീരത്തിലും ഒരു വശം നജസ് ഉണ്ടാകാം. അങ്ങനെയുള്ള ആളുകൾ അടുത്ത ഈ വർഷത്തിന് ശേഷം ഒരിക്കലും മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളതല്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു വിളംബരം നടത്തി അലി റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു. അങ്ങനെ മുശ്രിക്കുകൾ എല്ലാവരെയും അവിടുന്ന് പുറത്താക്കി. അപ്പൊ സ്വാഭാവികമായിക്കൊണ്ടും ഹജ്ജിന്റെ സീസൺ എന്ന് പറഞ്ഞാൽ കച്ചവടത്തിന്റെ സീസൺ ആണല്ലോ. പല ആളുകൾക്കും, വിശ്വാസികളായ ആളുകൾക്കും ആശങ്കയുണ്ടായി. പടച്ചോൻ ഇനി അടുത്ത വർഷം കച്ചവടം കുറയല്ലോ. കാരണം മുശ്രിക്കുകളാണ് മുസ്ലിമീങ്ങളെക്കാൾ കൂടുതൽ ഹജ്ജ് ചെയ്യാൻ വരുന്ന അവിടെ. അപ്പൊ അടുത്ത വർഷം സൂക്കുകളൊക്കെ മുറിഞ്ഞു പോകുമല്ലോ എന്ന് പറഞ്ഞാൽ കച്ചവടത്തിനുള്ള അങ്ങാടികൾ മുറിഞ്ഞു പോകും, കച്ചവടം ചുരുങ്ങിപ്പോകും. വല തഹ്ലിക്കുന്ന തിജാറ, നമ്മുടെ കച്ചവടം പൊട്ടിപ്പോകുമല്ലോ. കാരണം കസ്റ്റമർ വരൂല. മുസ്ലിമീങ്ങൾ മാത്രമേ ഇനി ഹറമിലേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. അപ്പോ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അപ്പൊ കുറച്ച് ആൾക്കാർ ഹജ്ജിനെന്ന കച്ചവടം കുറഞ്ഞു പോകൂലേ. ഇങ്ങനെ ഒരു ആശങ്ക മുസ്ലിമീങ്ങളായ ആളുകൾ പങ്കുവെച്ചു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് തൗബയിൽ 28-ാമത്തെ ആയത്ത് ഇറക്കുകയാണ്. അല്ലാഹ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളുടെ കച്ചവടത്തിന്റെ ലാഭം നഷ്ടം അതെല്ലാം നിങ്ങൾ നോക്കേണ്ടത്. വൈൻ ഖിഫ്തും ഐലതൻ ഫസൗഫ യുഗ്നികുമുല്ലാഹു മിൻ ഫളലി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വർഷം മുതൽ ഇനി മക്കത്തെ മുശ്രിക്കുകൾ പ്രവേശിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് അല്ലാഹുക്ക് ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനം അംഗീകരിക്കുക. അതേ സമയത്ത് നിങ്ങൾ അവിടെ ആ വിഷയത്തിൽ നിങ്ങൾക്ക് ദാരിദ്ര്യം അഥവാ കച്ചവടത്തിലുള്ള കുറവ് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഫസൗഫ യുഗ്നികുമുല്ലാഹു മിൻ ഫളലിഹി ഇൻശാ, അല്ലാഹു ഉദ്ദേശിച്ചാൽ അതല്ലാത്ത മാർഗത്തിലൂടെ നിങ്ങൾക്ക് ഖനിയാക്കാൻ, നിങ്ങൾക്ക് ഖനിയ നൽകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവുള്ളവനാണ്. അതുകൊണ്ട് അത് വിചാരിച്ച് നിങ്ങൾ ബേജാറാകണ്ട. ഇന്നല്ലാഹ അലീമുൻ ഹകീം. അല്ലാഹു സുബ്ഹാനഹു വ തആല അലീമാണ്, ഹക്കീമാണ്. വിശ്വാസികളായ ആളുകൾക്ക് സമാധാനായി. ഇപ്പോ ഇസ്ലാമിന്റെ ഒരു കാര്യം, അള്ളാഹുവിന്റെ ഒരു കൽപ്പന അവിടെ സ്വീകരിക്കുന്നതിലൂടെ ദുനിയാവിൽ എന്തെങ്കിലും നഷ്ടങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്കക്ക് അള്ളാഹ് പരിഹാരം കൊടുക്കണം. എങ്ങനെയാണ്? അള്ളാന്റെ കൽപ്പന സ്വീകരിച്ചാൽ
ഫസൗഫ യുഗ്നീകുമുല്ലാഹു മിൻ ഫദ്ലിഹി. അള്ളാന്റെ ഫദ്ല് കൊണ്ട് അള്ളാഹ് നിങ്ങളെ ധന്യരാക്കും. നിങ്ങൾക്കൊരിക്കലും ദാരിദ്ര്യം ഉണ്ടാകൂല, നിങ്ങളുടെ കച്ചവടം പൊട്ടിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകൂല എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ ആളുകളെ പഠിപ്പിക്കാൻ. ഇത് നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യത്തിലുള്ള കച്ചവടക്കാരും അതുപോലെ തന്നെ വിശ്വാസികൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു ശിർക്കിന്റെ ആഘോഷങ്ങളോ അതല്ലെങ്കിൽ ശിർക്കിന്റെ പരിപാടികളൊക്കെ വരുമ്പോൾ ഏതെങ്കിലും പ്രത്യേകമായ ഓഫറുകളോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടില്ലെങ്കിൽ ഇതിന്റെ കച്ചവടം കുറഞ്ഞു പോകുമോ എന്നായിരിക്കും പല ആളുകളുടെയും ആശങ്ക. എല്ലാവരും ഓഫർ കൊടുക്കുന്നുണ്ട്, ഇപ്പൊ ഞാനും ഓഫർ കൊടുക്കാഞ്ഞാൽ എന്റെ കച്ചവടം മുട്ടിപ്പോകോ, കച്ചവടം കുറഞ്ഞു പോകുമോ? അവിടെയാണ് ഫസൗഫ യുഗ്നീഹിമുല്ലാഹു മിൻ ഫദ്ലിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഫദ്ല് കൊണ്ട് എന്നെ ഗനിയാക്കും, എന്നെ ധന്യനാക്കുമെന്ന ആ സഹാബത്തിനുണ്ടായ ഈമാൻ അവിടെ നമുക്ക് ഉയർന്നു വന്നാലേ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഈമാൻ ആസ്വദിച്ച് ജീവിക്കാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാധിക്കുകയുള്ളൂ. കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറൻ. അല്ലാഹും റസൂലും ഒരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരു വിശ്വാസിയായ പുരുഷനോ ഒരു വിശ്വാസിനിയായ പെണ്ണിനോ പാടില്ല അൻ യകൂന ലഹുൽ ഖിയറത്തു മിൻ അംരിഹി. അള്ളാഹുവിനെയും അവന്റെ പ്രവാചകന്റെയും കൽപ്പനയേക്കാൾ അതിനപ്പുറമുള്ള മറ്റൊരു കൽപ്പന ഒരു വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടുള്ളതല്ല. ഇത് അള്ളാഹുവിന്റെ ഒരു പരീക്ഷണമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ ജീവിക്കുന്ന സന്ദർഭത്തിൽ സമൂഹത്തിൽ പല ആചാരങ്ങളുണ്ടാകും, പല ശിർക്കുമായി കൊണ്ട് ബന്ധപ്പെട്ട ആഘോഷങ്ങളും അതുപോലെ തന്നെ ആചാരങ്ങളും ഒക്കെ സമൂഹത്തിൽ എല്ലാവരും കൊണ്ടാടുന്നുണ്ടാകും. അതിന് കച്ചവടത്തിലും വലിയ ആനുകൂല്യങ്ങൾ ഉണ്ടാകും, അതെല്ലാം ആളുകൾ ചെയ്യുന്നുണ്ടാകും. ഒരു വിശ്വാസിയായ മനുഷ്യൻ ചിന്തിക്കേണ്ടതാണ്, പടച്ചോൻ ഇതിനെ പരീക്ഷിക്കാണ്. കാരണം ഹറാമിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അള്ളാഹ് നമ്മളെ നോക്കുന്ന അള്ളാഹ് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ലയബ്ലുവന്നകുമുല്ലാഹു ബിശൈഇൻ മിനസ് സ്വൈദി തനാലു ഐദീകും വരിമാഹുകും ലിയഅലമല്ലാഹു മൻ യഖാഫുഹു ബിൽ ഗൈബ്. ഇത് വിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദയിൽ പറഞ്ഞൊരു കാര്യമാണ്. നമുക്കറിയില്ല, ഹജ്ജിന്റെ സന്ദർഭത്തിൽ വേട്ടയാടാൻ പാടില്ല. ഹജ്ജ് ഇഹ്റാമിലേക്ക് കയറി കഴിഞ്ഞ പിന്നെ വേട്ട ഹറാമാണ്. പക്ഷെ അള്ളാഹു പറയാണ് വിശ്വാസികളെ വിളിച്ചുകൊണ്ട്, നിങ്ങൾ ഹജ്ജിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വേട്ട മൃഗങ്ങളെ കൊണ്ടുവന്ന് നിർത്തും. തനാലുഹു ഐദീകും വരിമാഹുക്കും, നിങ്ങളുടെ അമ്പ് കൊണ്ടും നിങ്ങളുടെ കൈകൾ കൊണ്ടും ആ വേട്ട മൃഗങ്ങളെ നിങ്ങൾക്ക് പ്രാപിക്കാൻ പിടിക്കാൻ കഴിയുന്ന രൂപത്തിൽ വേട്ടമൃഗങ്ങളെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും ഞാൻ. അങ്ങനെ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. എന്തിനാണത്? നിങ്ങൾ ഇഹ്റാമിലാണ്, വേട്ടയാടാൻ പാടില്ല, പക്ഷെ വേട്ടമൃഗങ്ങളുടെ മുമ്പിൽ അവിടെ നിർത്തുമല്ല. ഒന്നുകിൽ അമ്പ് ചെയ്തുകൊണ്ട് ആ വേട്ടമൃഗത്തെ പിടിക്കാൻ പറ്റുന്ന പോലത്തിനുണ്ടാകും, അതിൽ കൈകൊണ്ട് തന്നെ വളരെ ഈസിയായി പിടിക്കാൻ കഴിയുന്ന അവസ്ഥയിൽ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ലിയഅലമല്ലാഹു മൻ യഖാഫുഹു ബിൽ ഗൈബ്. അതെന്തിനാണ്? ആരും കാണുന്നില്ലെങ്കിലും ഗൈബിയായിക്കൊണ്ട് ആരാണ് പടച്ചോനെ ഭയപ്പെടുന്നത് എന്ന് അള്ളാഹ്ക്ക് അറിയാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഹറാമിന്റെ രൂപത്തിലുള്ള പലതും നമുക്ക് ചെയ്യാൻ അവസരങ്ങൾ അള്ളാഹ് മുമ്പിൽ വെച്ചു തരും. എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, ന്യായികർ ഇബ്ലീസ് നമുക്ക് വേലോതി തരും. പക്ഷെ വിശ്വാസികളായ ആളുകൾ ചിന്തിക്കേണ്ടത് അള്ളാഹ് പരീക്ഷിക്കാൻ, ലിയഅലമല്ലാഹു മൻ യഖാഫുഹു ബിൽ ഗൈബ്, ഗൈബിയായിക്കൊണ്ട് ആരാണ് പടച്ച റബ്ബിനെ ഭയപ്പെടുന്നത് എന്ന ചിന്തയാണ് ഒരു വിശ്വാസിയായ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്. ഫമൻ ഇഅ്തദാ ബഅദ ദാലിക്, അങ്ങനെ കിട്ടിയ ചാൻസ് മുതലാക്കി തൗബ ചെയ്താൽ മതിയല്ലോ. അങ്ങനെയാണ് ഇബ്ലീസ് നമുക്ക് പറഞ്ഞുതരാം. ഇപ്പം ചെയ്താലും പിന്നെ തൗബ ചെയ്താൽ മതി. ഫമൻ ഇഅ്തദാ ബഅദ ദാലിക്, അങ്ങനെ അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ അവൻ പരാജയപ്പെട്ട് അള്ളാഹ് ഹറാമ് ചെയ്യാൻ ഒരു അവസരം മുമ്പ് കൊടുത്തു ആ ഹറാമിലേക്ക് അവൻ പോയാൽ ഫലഹു അദാബുൻ അലീം, അവന് വ്യക്തമായ വേദനാജനകമായ ശിക്ഷയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്നത്. ഇത് സഹോദരന്മാരെ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട വിശുദ്ധ ഖുർആനിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ആശയമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഹറാമിന്റെ ഒരുപാട്, അത് കച്ചവട രംഗത്താണെങ്കിലും ഇനി അല്ലാത്ത മേഖലയിലാണെങ്കിലും ഒരുപാട് മേഖലകൾ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ അള്ളാഹ് തുറന്നു വെച്ചിരിക്കുകയാണ്. അതിലേക്ക് പോയാൽ ഒരുപാട് ലാഭം കിട്ടും, ഇതിലേക്ക് പോയാൽ അതിനേക്കാൾ ലാഭം കിട്ടും. പക്ഷെ അതെല്ലാം ഒരു വിശ്വാസിയായ മനുഷ്യന്റെ മുമ്പിൽ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് മാറി നിൽക്കാൻ സാധിക്കണം. പലപ്പോഴും വിശ്വാസ രംഗത്ത്, കച്ചവട രംഗത്ത് മാത്രമല്ല, വിശ്വാസ രംഗത്ത് പോലും ആളുകൾക്ക് അതിന് സാധിക്കുന്നില്ല. ഇസ്ലാം വിരോധിച്ചിരിക്കുന്ന ആഘോഷങ്ങൾ അതുമായി കൊണ്ട് ബന്ധപ്പെടാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ കഴിയാം? അള്ളാഹു അല്ലാതെ ഇലാഹില്ലെന്ന് പ്രഖ്യാപിച്ചൊരു മനുഷ്യൻ
അള്ളാഹു അല്ലാതെ ഇലാഹക്കപ്പെട്ടവരുടെ ജയന്തികൾക്കും ആഘോഷങ്ങൾക്കൊക്കെ പാല് കൊടുക്കുക, വെള്ളം കൊടുക്കുക, നാരങ്ങ ജ്യൂസ് കൊടുക്കുക. നിങ്ങൾ ആലോചിച്ചു, പിന്നെന്ത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണോ അവന്റെ മനസ്സിലുള്ളത്? അള്ളാഹു അല്ലാതെ ഇലാഹില്ല എന്ന് പറഞ്ഞൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് പുറമെ ഇലാഹാക്കപ്പെട്ട് ഇവിടെ വാഴ്ത്തപ്പെടുന്ന അല്ലെങ്കിൽ ആരാധിക്കപ്പെടുന്ന ആളുകൾ, അവരുടെ ജയന്തികൾക്കും മറ്റുമൊക്കെ ആഘോഷങ്ങൾക്ക് പാനീയം കൊടുക്കുക, അതിന് ആശംസകൾ അർപ്പിക്കുക. നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഇബ്ലീസ് വിശ്വാസികളായ ആളുകളെ ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്ന മേഖലയാണ് വിശ്വാസരംഗം. എത്രത്തോളം ചോദിച്ചാൽ അവർ തെറ്റിച്ച് എവിടെ എത്തിക്കുന്ന റസൂൽ പറഞ്ഞിട്ടുണ്ട്. ലാ തഖൂമു സ്സാഅ ഹത്താ തൽഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീന, മുശ്രിക്കുകളുമായി കൊണ്ട് നേർക്ക് നേരെ ചേരുകയും വഹത്താ തഅബുദ ഖബായിലു മിന്നത്തി അൽ ഔസാൻ, വിഗ്രഹങ്ങളെ തന്നെ പച്ചയായ മരത്തിലും കല്ലിലും കൊത്തിയുണ്ടാക്കിയ വിഗ്രഹങ്ങളെ തന്നെ ശരിക്കും ആരാധിക്കുന്ന അവസ്ഥ വരെ എന്റെ ഉമ്മത്തിലെ ചില ആളുകൾക്കുണ്ടാകും. ഇതൊക്കെ ഇപ്പൊ കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതമായിരുന്നു. ഇപ്പൊ ഏതോ ഒരു കോഴിക്കോട് ജില്ല അയാളാണ് പടച്ചോൻ എന്ന് പറഞ്ഞിട്ട് അതിന് ന്യായീകരിക്കുന്ന അവസ്ഥയാണ്. അത് തിരുത്തല്ല. ഇപ്പൊ ഇന്ന് ഒരു പാട്ട് വന്നു, അയാൾ തന്നെയാണ് പടച്ചോൻ. നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇതൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ എന്ന് പറഞ്ഞ ആൾക്കാരില്ല അപ്പൊ ഇതൊക്കെ ഉണ്ടാണ്. ഇതൊക്കെ പ്രവാചകൻ പ്രവചിച്ചതാണ്. അതുകൊണ്ട് വിശ്വാസ രംഗത്ത് നല്ല സൂക്ഷ്മത ഉണ്ടെങ്കിലേ ഈമാനികമായി കൊണ്ട് ജീവിക്കാൻ, പ്രത്യേകിച്ച് സഹോദരന്മാരെ, ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് സാധിക്കുള്ളൂ. പ്രവാചകൻ പറഞ്ഞത് സ്വർഗത്ത് കടക്കളി ശിർക്കിന്റെ ഒരംശം ഉണ്ടാകാൻ പാടില്ല, ഒരംശം ഉണ്ടാകാൻ പാടില്ല. മൻ ലഖിയ അല്ലാഹ ലാ യുശ്രികു ബിഹി ശൈഅൻ ദഖലൽ ജന്ന. ശിർക്കിന്റെ ഒരു പൊടി പോലും കലരാതെ, ഒരു തരി പോലും കലരാതെ പടച്ചോന്റെ മുമ്പ് എത്തിയവനെ സ്വർഗത്ത് കടക്കാൻ കഴിയുള്ളൂ. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. വിശ്വാസികളായ ആളുകളെ പല രൂപത്തിലും പ്രകോപനങ്ങൾ കൊണ്ടും പ്രലോഭനങ്ങൾ കൊണ്ടും അവരുടെ വിശ്വാസത്തിന് തെറ്റിച്ച് കളയാൻ പല രൂപത്തിലുള്ള പരിശ്രമങ്ങളും ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നമ്മുടെ ഈമാനിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീന് പഠിച്ച് മനസ്സിലാക്കി അതിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സ്ത്രീകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് നമ്മൾ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഇസ്ലാമിന്റെ നിയമങ്ങളെ പരിഹസിക്കുകയും അത് സ്ത്രീകളെ അടിച്ച് ഒതുക്കി മൂലക്കലാക്കി ഇരുത്തുന്ന നിയമങ്ങളാണ് എന്നൊക്കെ വാദോരാതെ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പോൾ ക്യാമറക്ക് മുന്നിൽ അഭിനയിച്ച് കാണിക്കുന്ന പലതും സ്വന്തം ജീവിതത്തിൽ ഉണ്ടായത് വിളിച്ചിങ്ങനെ പറയാണ്. ഇതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. അള്ളാഹ് അവന്റെ ഖുർആനിൽ അടിസ്ഥാനപരമായി പറഞ്ഞൊരു കാര്യമാണ്, വലൈസ ദക്കറു കൽ ഉൻസ. ആണിനെ പോലെയല്ല പെണ്ണ്, പെണ്ണിനെ പോലെയല്ല ആണ്. ഇത് രണ്ടും രണ്ടാണ്. ആണിന് പെണ്ണാകാനും കഴിയില്ല, പെണ്ണിന് ആണാകാനും കഴിയില്ല. ആണിൻ്റെതായ വികാര വിചാരങ്ങളുണ്ട്, പെണ്ണിന് പെണ്ണിൻ്റെതായ വികാര വിചാരങ്ങളുണ്ട്. ഇത് രണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികളാണ്, ഇണകളായി അള്ളാഹ് സൃഷ്ടിച്ചതാണ്. അതുകൊണ്ട് തന്നെ ആ അന്യ പുരുഷനും സ്ത്രീയും തമ്മിൽ ഇടപഴകുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമെന്ന് ഈ ആണിനെ പടച്ച പെണ്ണിനെ പടച്ച പടച്ചറപ്പിനാണല്ലോ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിൽ ആണിന് ഒരുപാട് നിയമങ്ങളുണ്ട്, പെണ്ണിന് പെണ്ണിൻ്റെതായ ഒരുപാട് നിയമങ്ങളുണ്ട്, നിബന്ധനകളുണ്ട്. ഇത് പാലിക്കുന്ന ഒരു സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകൂല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് വെറുതെ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ലോകത്ത് ഏറ്റവും ഒരു പെണ്ണിനെ സംബന്ധിച്ച് സുരക്ഷിതത്വമുള്ള നാട് ഏതാണ്? ഏത് രാജ്യമാണ്? ഒന്ന് സൗദി അറേബ്യ. അത് ഏത് സിറ്റിയാണ്? മദീന സിറ്റിയാണ്. ലോകത്ത് അള്ളാന്റെ ഭൂമിയിൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുരക്ഷിതമായി, ഒരു മനുഷ്യന്റെ നോട്ടമോ ഒരു മനുഷ്യന്റെ പ്രയാസങ്ങളോ പേടിക്കാതെ സുരക്ഷിതമായി നടക്കാൻ പറ്റിയ സ്ഥലം അത് മദീനത്തു റസൂലാണ്. അതെങ്ങനെ ഉണ്ടായതാണ്? ഇസ്ലാമിന്റെ നിയമങ്ങൾ ഫോളോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ്.
കാരണം ഇസ്ലാമിന്റെ ഈ രംഗത്തുള്ള നിയമങ്ങൾ പല ആളുകളും പഴഞ്ചനെന്നും 6-ാം നൂറ്റാണ്ടിലുള്ളതെന്നൊക്കെ പറഞ്ഞാലും ശരി, പെണ്ണിന് സംരക്ഷണം നൽകാൻ ഇസ്ലാമിന്റെ നിയമത്തിലെ ഒരു നിയമത്തിനും കഴിയൂല. അത് എത്ര പോലീസും പട്ടാളം ഉണ്ടായിട്ടും കാര്യമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇസ്ലാമിന്റെ വളരെ കൃത്യമായി നിങ്ങൾ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താ? ദുനിയാവിലെ ഏറ്റവും നല്ല ദുനിയാവ് എന്ന് പറഞ്ഞാൽ തന്നെ മനുഷ്യന്മാർക്കുള്ള വിഭവങ്ങളാണ്. അതിൽ മനുഷ്യന്റെ വിഭവങ്ങൾ ഏറ്റവും നല്ല വിഭവം എന്ന് പറഞ്ഞാൽ അൽമർഅത്തു സ്വാലിഹ, സ്വാലിഹത്തായ പെണ്ണാണ്. ആ പെണ്ണിനെ അത്രയും ഉയർത്തി എന്നാൽ ദുനിയാവിലെ ഏറ്റവും നല്ല ഒരു മൂല്യമുള്ള വസ്തുവായിക്കൊണ്ടാണ് ഇസ്ലാം ഒരു സ്വാലിഹത്തായ പെണ്ണിനെ കണ്ടിട്ടുള്ളത്. ഒരു അന്യ പെണ്ണിനെ തൊടാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നിയമം. ഇതൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കി. ഇപ്പത്തെ ഈ കുടുംബ ജീവിതത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ പറയാ, മഹറമല്ലാത്ത ആളുകൾക്ക് ഷൈക്കൻഡ് കൊടുക്കുക, ഓളൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുക, ഇതിനൊന്നും ഇപ്പൊ യാതൊരു പ്രശ്നമില്ല. ആളുകൾ ഇപ്പൊ കല്യാണത്തിലൊക്കെ എന്താ സംഭവിക്കണത്? മഹറമല്ലാത്ത ആളുകൾ തമ്മിൽ തൊട്ടുരുമി നിൽക്കുക, കൈ കൊടുക്കുക. ഇനി പുതിയാപ്പിളാണെങ്കിലും പുതിയണ്ണാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുക്കുക. പിന്നെ അന്യ ആള് പുരുഷന്മാരാണെങ്കിൽ കല്യാണത്തിന്റെ ദിവസങ്ങളിൽ ഇതൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കണം അങ്ങനെയല്ല. ഒരു അന്യ പെണ്ണും ഒരു അന്യ സ്ത്രീയും തമ്മിൽ ഒരിക്കലും തൊടാൻ പാടില്ല. റസൂൽ പറഞ്ഞ എന്താ? നിനക്ക് അർഹതപ്പെടാത്തൊരു സ്ത്രീയെ നീ സ്പർശിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത് ഇരുമ്പിന്റെ ആണികൾ നിന്റെ തലയിൽ അടിച്ചു കയറ്റുന്നതാണെന്ന്. അതാണ് നിനക്ക് നല്ലത്. അത്രയും ശക്തമായ നിയമമാണ് ഇസ്ലാമിൽ. ഒരു അന്യ പെണ്ണിന് കൈ കൊടുക്കാൻ പാടില്ല. ഇതൊക്കെ പഴഞ്ചനില്. ഇപ്പൊ എന്താണ് നമ്മുടെ പിന്നെ ഹയർ സെക്കൻഡറിയിലും അതുപോലെ തന്നെ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വിഷയമില്ലല്ലോ. അതുകൊണ്ട് തന്നെ അതിന്റെ അപകടങ്ങൾ നമ്മൾ സമൂഹത്തിൽ കാണുന്നുണ്ട്. ഇസ്ലാം അവിടെ വരച്ച വരന്റെ ഉള്ളിൽ നിന്നാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. അത് ആരുടെയും അവകാശങ്ങൾ ഇസ്ലാം ഹനിച്ചിട്ടില്ല. പെണ്ണിനോട് പറഞ്ഞു അവിടെ ജിൽബാബുകൾ താഴ്ത്തിയിടണം. ആണിനോടും പെണ്ണിനോട് പറഞ്ഞു യഖ്ളൂ മിൻ അബ്സാരിഹിം, ആണും കണ്ണ് താഴ്ത്തണം പെണ്ണും കണ്ണ് താഴ്ത്തണം എന്ന് പറഞ്ഞു. ആണിനോട് മാത്രമല്ല, ആദ്യം ആണിനോട് പറഞ്ഞു, പിന്നെ പെണ്ണിനോടും കണ്ണ് താഴ്ത്താൻ പറഞ്ഞു. ഒരു അന്യ പുരുഷനും അന്യ സ്ത്രീയും ഒറ്റക്കാകാൻ പാടില്ല. എന്താ ഇത് കാരണം? മൂന്നാമതായി ശൈത്താണ്ടാവും. ഞങ്ങൾ ഭയങ്കര തഖ്വയുള്ള ആൾക്കാരല്ലേ, ഭയങ്കര ഈമാനുള്ള ആൾക്കാരല്ലേ. ഈമാനും തഖ്വയും ഉള്ള റസൂലുള്ളാഹിന്റെ സഹാബത്തിന്റെ ജീവിച്ച സമൂഹത്തോടെ പ്രവാചകൻ പറഞ്ഞു, സഹാബത്തിനേക്കാളൊന്നും വലിയ ഈമാനും തഖ്വയൊന്നും ഇപ്പൊ ആർക്കും അള്ളാഹിന്റെ ഭൂമിയിലില്ല. അതുണ്ടാകും. കാരണം എന്താ? മൂന്നാമതായി ശൈത്താൻ ഉണ്ടാകും അവിടെ. അത് ഫോണിലാണെങ്കിലും ഇതൊക്കെ ഇസ്ലാമിൽ ആണിന്റെയും പെണ്ണിന്റെയും സുരക്ഷിതത്തിന് വേണ്ടി വെച്ചതാണ്. കാര്യം ഇതൊക്കെ സൃഷ്ടിച്ച അള്ളാഹ്ക്കറിയാം മനുഷ്യന്മാര് തെറ്റിപ്പോകും. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല ഒരാണും പെണ്ണും. ഒരു ദിവസത്തെന്ന് പറഞ്ഞ് ഏകദേശം 80-100 കിലോമീറ്റർ 80 കിലോമീറ്ററിന്റെ ഉള്ളിൽ മാത്രമേ ഒരു പെണ്ണിന് സ്വന്തമായി സേഫായി യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് ദീർഘമായ യാത്രകളാണെങ്കിൽ ആ പെണ്ണിന്റെ കൂടെ ഒരു ആണ് വേണം, മഹറമായ ആണ് വേണം. മഹറമില്ലാത്ത ആണിന്റെ കൂടെ യാത്ര ചെയ്യാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ പാലിക്കുന്നുണ്ടോ? അതേപോലെ തന്നെയാണ് പിന്നെ ആണുങ്ങളും പെണ്ണുങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിക്കലരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിച്ചു. ഈ നിയമങ്ങളൊക്കെ പാലിക്കുന്നിടത്ത് ഒരു പെണ്ണും പീഡിപ്പിക്കപ്പെട്ടോ എന്ന് പറഞ്ഞ് നിലവിളിച്ച് മാധ്യമങ്ങളുടെ മുമ്പിൽ പോയിക്കൊണ്ട് വിളമ്പേണ്ട അവസ്ഥ ഉണ്ടാകൂല. ഇതൊക്കെ സ്ക്രീനിന്റെ മുമ്പിലും അതുപോലെ തന്നെ ക്യാമറക്ക് മുമ്പിലും ഒന്ന് അഭിനയിച്ച് കാണിക്കുക. എന്നിട്ട് ഈ ആളുകളെ വലിയ താരങ്ങളായും വലിയ സൂര്യന്മാരായിട്ട് കൊണ്ട് നടക്കുക. അതിലൊക്കെ നമ്മളെ ആൾക്കാരുണ്ടല്ലോ, മുസ്ലിമീങ്ങളും ഉണ്ട്. ഇവരൊക്കെ വലിയ പിന്നെ ചക്രവർത്തിമാരായി കൊണ്ട് നടക്കുന്ന ആളുകൾ. ഇവരുടെയൊക്കെ തനി നിറണം പുറത്തു നിന്ന് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളൊന്നും ഇടപെടാൻ പാടില്ലെന്ന് മാത്രമല്ല, തോന്നിവാസങ്ങളിലേക്ക് വലാ തഖറബു സിന എന്നുള്ള പറഞ്ഞു. സിനയോട് അടുത്ത് പോകാൻ പാടില്ല. എന്തുകൊണ്ട്? ശിർക്കിനോട് അടുക്കരുതെന്നുള്ള പറഞ്ഞിട്ടില്ല. ശിർക്കിന്റെ അടുത്ത് പോയാലും ചിലപ്പോൾ ഒരാൾ ശിർക്ക് ചെയ്തോളുന്നില്ല. ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ പോരാൾ നിന്നാൽ പോലും തൗഹീദുള്ള മനുഷ്യനായ വിഗ്രഹത്തിന് മുമ്പിൽ സുജൂദ് ചെയ്തോളുന്നില്ല. അതേ സമയത്ത് ഒരു വ്യഭിചാരം അങ്ങനെയല്ല. ഒരു ആണും പെണ്ണും ഒറ്റക്കായിരുന്നാൽ എത്ര തഖ്വയുള്ള ആളാണെങ്കിലും ഒരു പക്ഷെ അതിലേക്ക് വീണു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അടുക്കണ്ടെന്ന് പറഞ്ഞു. ഇത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ദീനിന്റെ നിയമങ്ങൾ പാലിക്കുന്നതിൽ സഹോദരിമാർക്ക് യാതൊരു മനസ്സങ്കോചവും. ഞാൻ മുസ്ലിം ആയതുകൊണ്ടാണ് ഇപ്പൊ തട്ടിട്ട് നടക്കേണ്ടി വരും, പർദ്ദട്ട് നടക്കേണ്ടി വരും, അതുപോലെ തന്നെ ഔറത്ത് കാണിക്കാൻ നടക്കേണ്ടി വരും. ഇതൊക്കെ പിന്നെ എന്റെ സ്വാതന്ത്ര്യത്തെ ഹനിച്ചത് എന്ന് പറഞ്ഞിട്ട് വേവലാതി പൂണ്ടേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാനും അവർക്ക് സുരക്ഷിതത്തിനു വേണ്ടിയാണ് ഈ നിയമങ്ങളൊക്കെ എന്ന് ഇസ്ലാം 14 നൂറ്റാണ്ടുകൾക്ക് പറഞ്ഞത്. അത് ഇന്നും ഓരോ ദിവസം കഴിയും തോറും ആ ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ്.
നമ്മൾ കേൾക്കുന്ന വാർത്തകൾ മനസ്സിലാക്കുക. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാട് നിന്നാൽ ഒരു പ്രയാസം പീഡനം ആർക്കും ഉണ്ടാവില്ല. ഇല്ലെങ്കിൽ എപ്പോഴും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തന്നെയായിരിക്കും ഉണ്ടാവുക. അത് കൃത്യമായി നമ്മൾ പ്രത്യേകിച്ച് സഹോദരിമാരെ കാര്യം മനസ്സിലാക്കണം എന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിറഞ്ഞും അറിയാതെയും വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്കെല്ലാം പുറത്തു നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർ നല്ലവരായ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ അള്ളാഹു അവർക്കെല്ലാം സ്വർഗം നൽകാതിരിക്കുമാറാവട്ടെ. അവരെ നമ്മെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ലോകത്തിന് വിവിധ ഭാഗങ്ങൾ പ്രയാസപ്പെടുന്ന പ്രത്യേകിച്ചും ഫലസ്തീനിലുള്ള നമ്മുടെ മുസ്ലിം സഹോദരന്മാർ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാവിധ ആശ്വാസവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമിനെതിരെ കുതന്ത്രങ്ങൾ പയറ്റുന്ന മുഴുവൻ ശത്രുക്കളുടെയും കുതന്ത്രങ്ങൾ അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين.